നമ്മൾ ആർക്കിടെക്ചർ ഓഫ് അനിമേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 3D എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇത് ഒരു Z ആക്സിസ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്കതിനെ മൊത്തത്തിൽ 360 ഡിഗ്രി കറക്കി നോക്കാൻ പറ്റും. അതാണ് ഒരു 3D അനിമേഷൻ എന്ന് പറയുന്നത്. അതിന് പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാണുന്ന ഈ വർക്കിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ എൻവയോൺമെൻറ്റും അതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡലിംഗ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതാണോ മോഡൽ എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു മോഡലാണ്. ഇതെല്ലാം നമ്മളൊരു മെഷീൻ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന സംഭവത്തിനെയാണ് നമ്മൾ മോഡലിംഗ് എന്ന് പറയുന്നത്. അതിന് ക്യാരക്ടർ മോഡലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, നമ്മൾ ഇരിക്കുന്ന കസേര, മേശ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കെൽട്ടൺ ഒക്കെ ഉണ്ടല്ലോ, സ്കെൽട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിഗ്ഗിങ് എന്ന് പറയും. അത് നമ്മൾ എന്താണ് സ്കെൽട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡിക്കകത്ത് സ്കെൽട്ടൺ ഉണ്ടല്ലോ എല്ലാവരും നോർമലി, അതുപോലെ തന്നെ ക്യാരക്ടറിലും നമുക്ക് സ്കെൽട്ടൺ നമ്മൾ അറേഞ്ച് ചെയ്യും. പിന്നെ എന്താണ് നമ്മൾ അനിമേഷനിൽ ബ്രീത്തിങ് ലൈഫ്, അതായത് നമ്മൾ കൂടുതലും നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള അനിമേഷനാണ് ചെയ്യുന്നത്. മായയാണ് നമ്മൾ നോർമലി കൂടുതലായിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്ചറും കളറും ആഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു സിറ്റിക്കകത്ത് നേരത്തെ ടെക്സ്ചർ ഇല്ലായിരുന്നു. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ രീതിയിലുള്ള ടെക്സ്ചർ, ഇപ്പോൾ ചെയറിൻ്റെ ടെക്സ്ചർ, കാറിൻ്റെ ടെക്സ്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അതാ സിറ്റി ഇലുമിനേറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്കിൽ കാണുന്ന സിറ്റിയും ഈ കാണുന്നതിനെ നമ്മൾ ലൈറ്റപ്പ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരാൾ തന്നെ ആളുടെ മൂവ്മെൻറ്റ് അതുപോലെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഷൻ ക്യാപ്ചറിങ് എന്ന് പറയുന്ന അനിമേഷൻ ഇൻഡസ്ട്രി. നമ്മൾ മോഡലിംഗ് പറഞ്ഞു, സ്കെയിലിംഗ്, റിഗ്ഗിംഗ് പറഞ്ഞു, അതുപോലെ തന്നെ ഇതും പറഞ്ഞു. ഇനി എല്ലാത്തിനും നമ്മൾ ഒരുമിപ്പിച്ചിട്ട് ഒരൊറ്റ ഫയലായിട്ട് കൊണ്ടുവരുന്നതിന് നമ്മൾ കോമ്പോസിറ്റിംഗ് എന്നാണ് പറയുന്നത്. ഒരു ക്യാരക്ടർ ഉണ്ടാക്കി അതിന് ടെക്സ്ചർ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ലിങ്ക് ചെയ്തിട്ട് ഒറ്റ ഒരു ഇതിൽ കൊണ്ടുവരുന്നതിന് നമ്മൾ എന്താണ് മൊത്തത്തിൽ കോമ്പോസിറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് VFX ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്, എഫക്ട്സും കാര്യങ്ങളും എല്ലാം. പക്ഷേ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് വെച്ചിട്ടാണ്. ഒരു ബ്ലൂ പ്രിൻ്റ് പോലത്തെ ഒരു പ്ലാനിങ്, എങ്ങനെ ആയിരിക്കണം ഒരു ഷോട്ട്, അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ എത്ര ആർട്ടിസ്റ്റ് നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്, ഒരു മോഡലിങ്ങിൻ്റെ അകത്ത് തന്നെ എത്ര ആർട്ടിസ്റ്റ് വേണം, ടെക്സ്ചറിങ്ങിൻ്റെ അകത്ത് എത്ര ആർട്ടിസ്റ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനെ ഡിസൈഡ് ചെയ്യും. മോഡലിംഗ്, ടെക്സ്ചറിങ്, ലൈറ്റിംഗ്, റിഗ്ഗിങ്, പിന്നെ അനിമേഷൻ, ഇതാണ് മെയിനായിട്ടുള്ള നമുക്ക് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മായയാണ് നമ്മൾ നോർമലി ഇതിൻ്റെ അകത്ത് കൂടുതലും വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും മായയാണ് കൂടുതലും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയുടെ ഒരു മോഡലിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ നിറം കൊടുക്കുമ്പോൾ അതിന് ടെക്സ്ചർ വരുന്നു, ക്യാമറ മൂവ്മെൻറ്റ് നമ്മൾ അനിമേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ്.